മലയാള സിനിമയിലെ ഒരു കാലത്തെ ഫാഷൻ പുരാണ പശ്ചാത്തലത്തിലുള്ള ടൈറ്റിലുകളായിരുന്നു. ലങ്കാദഹനം, പഞ്ചവടി, പത്മവ്യൂഹം, സംഭവാമി യുഗയുഗേ, ഇതെല്ലാം പുരാണ ചിത്രങ്ങളാണെന്ന് കരുതി കാണാൻ പോയവർ നിരാശപ്പെട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഗാനങ്ങളും നൃത്തങ്ങളും സ്റ്റണ്ടുമെല്ലാം ചേർന്ന തികഞ്ഞ എൻ്റർടൈനറുകളായിരുന്നു. 1973 പുറത്തിറങ്ങിയ പത്മവ്യൂഹവും ഈ ഗണത്തിൽപ്പെടുന്നു. പ്രേംനസീറും വിജയശ്രീയുമായിരുന്നു നായികനായകന്മാർ. MK അർജുനൻ, ശ്രീകുമാരൻ നമ്പി ടീമൊരുക്കിയ മനോഹരമായ ഗാനങ്ങളുണ്ടായിരുന്നു ചിത്രത്തിൽ. ദേവരാജൻ മാസ്റ്റർ പ്രിയ ഗായികയായ മാധുരി വളരെ അപൂർവമായി മറ്റ് സംഗീത സംവിധായകർക്ക് പാടിയിട്ടുള്ളൂ. മാധുരി അമ്മ അർജുന മാസ്റ്റർക്ക് വേണ്ടി പാടിയ മനോഹരമായ ഒരു ഗാനമാണിത്. ദാസേട്ടനും മാധുരി അമ്മയും ചേർന്ന് അനശ്വരമാക്കിയ സിന്ദൂര കിരണമായി നിന്നെ തഴുകി ഞാൻ ഇന്ദു പുഷ്പമായി വിടർന്നു, നീ ഇന്ദു പുഷ്പമായി വിടർന്നു. ചന്ദ്രലേഖയായി വാനിലുയർന്നു നീ, ചന്ദനമുകിലായി വന്നു ഞാൻ. ചന്ദ്രലേഖയായി വാനിലുയർന്നു നീ, ചന്ദനമുകിലായി വന്നു ഞാൻ. കിരണമായി നിന്നെ തഴുകി ഞാൻ ഇന്ദു പുഷ്പമായി വിടർന്നു. മന്ദപവനനായി തെന്നിയൊഴുകി നീ ഇന്ദ്രലതികയായി പടർന്നു, ഞാൻ ഇന്ദ്രലതികയായി പടർന്നു. സ്വപ്നരാഗമായി രാവിലൊളിച്ചു നീ, നിദ്രാവീണയായി പിടഞ്ഞു ഞാൻ. സ്വപ്നരാഗമായി രാവിലൊളിച്ചു നീ, നിദ്രാവീണയായി പിടഞ്ഞു ഞാൻ. സിന്ദൂര കിരണമായി നിന്നെ തഴുകി ഞാൻ ഇന്ദു പുഷ്പമായി വിടർന്നു, നീ ഇന്ദു പുഷ്പമായി വിടർന്നു. മന്ദപവനനായി തെന്നിയൊഴുകി നീ ഇന്ദ്രലതികയായി പടർന്നു, ഞാൻ ഇന്ദ്രലതികയായി പടർന്നു. 1967 പുറത്തിറങ്ങിയ ഹംറാസ് എന്ന ഹിന്ദി ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു. സാഹിർ ലുധിയാൻവിയുടെ വരികൾക്ക് രവിശങ്കർ ശർമ്മ എന്ന നമ്മുടെ ബോംബെ രവിയാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. മഹേന്ദ്ര കപൂർ ആയിരുന്നു ഗായകൻ. രവിക്ക് ഇതിലെല്ലാ ഗാനങ്ങളും മുഹമ്മദ് റാഫി സാബിനെ കൊണ്ട് പാടിക്കണമെന്നായിരുന്നു അത്ര ആഗ്രഹം. എന്നാൽ BR ചോപ്രയും റഫി സാബും തമ്മിൽ എന്തോ ഒരു സൗന്ദര്യപ്പിണക്കം ഉണ്ടായത് കാരണം ആ ഭാഗ്യം ലഭിച്ചത് മഹേന്ദ്ര കപൂറിനാണ്. ഇതിലെ ഗാനങ്ങൾക്ക് മഹേന്ദ്ര കപൂറിന് ആ വർഷത്തെ മികച്ച ഗായകനുള്ള ഫിലിം ഫെയർ അവാർഡ് നേടിക്കൊടുത്തു.